കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നടക്കുന്ന നിർമ്മാണ ജോലികൾ അശാസ്ത്രീയമെന്ന ആരോപണം ശക്തം. റോഡിന്റെ വികസനം ഇല്ലാതാക്കുന്ന രീതിയിലാണ് നിർമ്മാണ ജോലികൾ നടക്കുന്നതെന്ന് വ്യാപാരികളും രാഷ്ട്രീയ നേതാക്കളും പറയുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇപ്പോൾ നടന്നുവരുന്ന നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ആക്ഷേപം ഉയരുന്നതിനിടയിലാണ് സമാന ആക്ഷേപം ഉന്നയിച്ച് അടിമാലിയിലെ വ്യാപാരി നേതാക്കളും വിവിധ രാഷ്ട്രീയ നേതാക്കളും രംഗത്തെത്തിയിട്ടുള്ളത്. റോഡിന്റെ കട്ടിംഗ് സൈഡിൽ കോൺക്രീറ്റ് മതിലുകൾ ഉയർത്തുന്നത് ഭാവിയിൽ റോഡിനുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുന്നതിന് തുല്യമാണ്. റോഡിനാവശ്യമായ പുറമ്പോക്ക് ഭൂമി പോലും പുറത്തിട്ടുകൊണ്ടാണ് ഇപ്പോൾ കട്ടിംഗ് സൈഡിൽ കോൺക്രീറ്റ് മതിലുകൾ ഉയർത്തുന്നതെന്നും നേതാക്കൾ ആരോപിക്കുന്നു. ഈ കോൺക്രീറ്റ് മതിലുകൾ ഉയരുമ്പോൾ സംഭവിക്കുന്ന കാര്യം, അതിന് പുറത്തും ദേശീയപാതയ്ക്ക് സ്ഥലമുണ്ട് എന്നുള്ളത് ഒരു വശം. രണ്ടാമത്തെ കാര്യം, ആ പ്രദേശങ്ങളിലുള്ള ആളുകൾക്കൊന്നും അവിടെ ഈ റോഡിൽ നിന്ന് അവരുടെ സ്ഥലങ്ങളിലേക്ക് കടക്കാനുള്ള അവരുടെ പ്രവേശനം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടന മനുഷ്യന്റെ ഗതാഗത സൗകര്യം, മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ഒന്നും സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താൻ അനുവദിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ മതിലുകൾ ഉയരുകയാണ്. അങ്ങനെ ഒരു 100 അടി 200 അടി അല്ലെങ്കിൽ 500 അടിയൊക്കെ റോഡ് ഫ്രണ്ട് ഉള്ള ഒരു സ്ഥലത്തിന്റെ ഒരു വഴി മാത്രം അവർക്ക് ഇട്ടുകൊണ്ട് ബാക്കിയുള്ള ഭാഗം കൊട്ടിയടക്കിയാണ്. ആ സ്ഥലം, ബാക്കിയുള്ള സ്ഥലം വിൽക്കുന്നതിനോ അല്ലെങ്കിൽ പിന്തുടർച്ചാവകാശികൾക്ക് കൈമാറുന്നതിനോ അതുപോലെയുള്ള ഒരു കാര്യങ്ങൾക്ക് സാധിക്കാത്ത വിധത്തിലാണ് ഈ നടപടി. നേരിമംഗലം വനമേഖലയിൽ റോഡുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സർവേ രേഖകൾ പരിശോധിച്ച് സ്ഥലം അളന്നു തിരിച്ചിടാൻ നടപടി ഉണ്ടാകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. 1932 തന്നെ 100 അടി വീതിയിലുള്ള വഴി നേരിമംഗലം മുതൽ വളരെ വരെയുള്ള 14.5 കിലോമീറ്റർ ദൂരത്തിൽ 100 അടി വഴി വീതി വഴിക്ക് വിട്ടുകൊടുത്തിട്ടുള്ളതാണ്. ആ വഴിക്ക് യാതൊരുവിധ അധികാരങ്ങളും വനം വകുപ്പിന് ഇല്ലാത്തതാകുന്നു എന്നുള്ളതാണ് ഹൈക്കോടതി, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധിച്ചിട്ടുള്ളത്. ആ വിധി നിലനിൽക്കുമ്പോൾ, അങ്ങനെ ഒരു വിധി ഉള്ളപ്പോൾ ആ സ്ഥലം ഏറ്റെടുത്ത് റവന്യൂ വകുപ്പ് അതിന് തിരിച്ച് ഈ റോഡിന് വേണ്ടി മാറ്റിയിടാനുള്ള നടപടികൾ ഏറ്റവും പെട്ടെന്ന് അങ്ങനെയുള്ള നടപടി സ്വീകരിക്കണം. അത് ജില്ലാ കളക്ടറാണ് അത് ചെയ്യേണ്ടത്. അത് ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമത്തെ ആവശ്യം. റോഡിൽ നടക്കുന്ന ഓട നിർമ്മാണവും അശാസ്ത്രീയമാണെന്ന ആക്ഷേപം നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇപ്പോഴത്തെ ഓട നിർമ്മാണം മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകാൻ കാരണമാകും. നിർമ്മാണ ജോലികൾ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ പുനർപരിശോധിക്കണം. തിരുത്തലുണ്ടാകാത്ത പക്ഷം ബഹുജന പ്രക്ഷോഭത്തിന് രൂപം നൽകുമെന്നും വ്യാപാരി നേതാക്കളായ PM ബേബി, KR വിനോദ്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ബാബു P കുര്യാക്കോസ്, M കമറുദ്ദീൻ, കോയ അമ്പാട്ട്, M സൈനുദ്ദീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.